ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമന്നാരായണീയം ദശകം 85 ശ്ലോകം 1-2. തതോ മഗധ ഭൂഭൃതാ ചിരനിരോധസംക്ലേശിതം ശതാഷ്ടകയുതായുധദ്വിതയമീശ ഭൂമിഭൃതാം അനാഥശരണായത്തെ കമപി പൂരുഷം പ്രാഹിണോത് അയാചത സമാഗതക്ഷപണമേവ കിം ഭൂയസാ യിയാസുരഭിമാഗധം തദനു നാരദോദീരിതാദ്യുധിഷ്ഠിരമഖോദ്യമാദുഭയകാര്യപര്യാകുലഃ വിരുദ്ധജയിനോദ്ധരാദുഭയസിദ്ധിരിത്യുദ്ധവേ ശശംസുഷി നിജൈഃ സമം പുരമിയേധ യൗധിഷ്ഠിരീം. തതഃ മാഗധ ഭൂഭൃതാ ചിരനിരോധസംക്ലേശിതം ശത അഷ്ടകയുത അയുതദ്വിതയം ഈശ ഭൂമിഭൃതാം അനാഥശരണായത്തെ കം അപി പൂരുഷം പ്രാഹിണോദയാചത സഹ മാഗധ ക്ഷപണം ഏവ കിം ഭൂയസാ യിയാസുഃ അഭിമാഗധം തദനു നാരദ ഉദീരിതാദ് യുധിഷ്ഠിരമഖ ഉദ്യമാദ് ഉഭയകാര്യപര്യാകുലഃ വിരുദ്ധ ജൈനഃ അധ്വരാദ് ഉഭയസിദ്ധിഃ ഇതി ഉദ്ധവേ ശശംസുഷി നിജൈഃ സമം പുരം ഇയേധ യൗധിഷ്ഠിരീം. പദങ്ങൾ. ഹരേ കൃഷ്ണ. இந்த தசகத்தில் ஜராசந்தவதம் ശിശുപാലവധം அப்படிங்கிற 2 എണ്ണം ചേരപ്പെട്ടതാക്കും. വധം എന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ ശരിക്ക് നമ്മുടെ ഉള്ളിലുള്ള ദുർവാസനകളെയെല്ലാം മാറ്റണം എന്നുള്ളതാക്കും വധം കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടത്. തതഃ മഗധ ഭൂഭൃത, പിന്നൊരുക്ക മഗധാധിപനാന ജരാസന്ധൻ ചിരനിരോധസംക്ലേശിതം, നിറയെ രാജാക്കന്മാർ പിടിച്ചുകൊണ്ട് വന്ന് തന്നോട് ജയിലിൽ അടച്ചു പോട്ട് കഷ്ടപ്പെടുത്തിരുന്ന. ഇപ്പോൾ എല്ലാവരുമാ ചേർന്ന് ഏതോ ഒരു ആളെ ഇട്ട ദൂത് ചൊല്ലിയാനിപ്പറ കൃഷ്ണർ വന്നാത്ത ഞങ്ങൾ രക്ഷ പണ്ണ മുടിയും അപ്പടിന്ന് ചൊല്ലി കൃഷ്ണർട്ട് ദൂത് ചൊല്ലിയാനിപ്പറ. ഭൂമിഭൃതാം ശതാഷ്ടകയുതായുധദ്വിതയം ഈശ. ഇങ്ങ എത്ര ആളുകൾ ഇരിക്കാ, എത്ര രാജാക്കന്മാർ ഇവൻ കെട്ടിപ്പോട്ടിരിക്കാൻ ജരാസന്ധൻ അപ്പടിന്ന് അനാന ശത അഷ്ടക അയുധദ്വിതയം. അയുധദ്വിതയം ചൊന്നാന ദ്വിതയം എന്ന 2, അയുധം എന്ന 10,000. അപ്പോൾ അയുധദ്വിതയം ചെന്ന 2 10,000 20,000. അതുകൂടാതേക്ക് എന്നതും കൂടി ചൊല്ലറ ശത അഷ്ടകം അപ്പടിന്ന് ചൊല്ലറ. അഷ്ടകം എന്ന് നമുക്ക് തിരിയും 8, ശതം 100. അപ്പോൾ ശത അഷ്ടകം ചെന്നാന 800. റിവേഴ്സ് ഓർഡറിലേക്ക് എപ്പോഴും സംസ്കൃതത്തിൽ ചൊല്ലുക. നമ്മൾ 8 100 800 ചൊല്ലറതാണ്. അങ്ങ് 100 8 അവിടെയൊക്കെ 800 വരും. അപ്പോൾ ശത അഷ്ടകം അപ്പോൾ 800. ഇപ്പോൾ 28,000 രാജാക്കന്മാരെ ആക്കും. 20,800 രാജാക്കന്മാരായിരിക്കും. ആദ്യം ശത അഷ്ടകം ആയുധമല്ലോ ചൊല്ലിയിരിക്കുക. അപ്പോൾ 20,800 രാജാക്കന്മാരെ ആക്കും അങ്ങ് ജരാസന്ധൻ കെട്ടിപ്പോട്ടിരിക്കുക. വല്ലാരുമ ഇത് ദൂത് അനുപ്പറ ഞങ്ങളെ രക്ഷിക്കണമെന്ന്. അനാഥ ശരണായത്തെ, എങ്ങൾക്ക് ആരുമില്ലേ, ഞങ്ങൾ അനാഥകളായാച്ച്, താങ്ങും തണലുമില്ലാത്തവാളായാച്ച്,
ஆரோருமில்லாத எங்களுக்கு நாங்களும் கிருஷ்ணனை சரணாகதி பண்ணுறோம். கமபி பூருஷம் பிராகிணோது பூயசா கிம் அப்படின்னு ஒரு தூதனை ഭഗവാന്റെ ചൊല്ലി അനുപ്പറ. സഹ മാഗത ക്ഷപണം ഏവ അയാചത. അപ്പം அந்த தூதன் எப்படியாவது ஜராசந்தனுக்கு ஒரு முடிவு கட்டണം, ஜராசந்தனுக்கு ഒരു എൻഡ് വരുത്തണം அப்படின்னு ഭഗവാന്റെ അപേക്ഷ പണ്ണറാ. അഭിമാഗതം യിയാസുഹു. അപ്പോൾ ശരി, ഇത് பார்த்த ഉടനെ എന്നാൽ ശരി, ജരാസന്ധനക്ക് നേരെ ഒരു യുദ്ധം ഇങ്ങനെ എല്ലാവരുമാ പോലാം அப்படின்னு ഭഗവാൻ നനയ്ക്ക്. അതേ സമയത്തിൽ തദനു നാരദോദീരിതാത് അങ്ക നാരദർ വന്നിരിക്കാർ. എന്നத்துக்கு தெரியுமோ? യുധിഷ്ഠിര മഖോദ്യമാത് ഉഭയ കാര്യ പര്യാകുലഃ. യുധിഷ്ഠിരൻ ധർമ്മപുത്രൻ രാജസൂയ യജ്ഞം നടത്തണമെന്ന് ആശപ്പെടുറാർ. അപ്പോൾ അതിനാൽ ആദ്യത്തെ ഇൻവിറ്റേഷൻ ഭഗവാൻ കൃഷ്ണനുക്കാക്കും വന്നിരിക്കും. നിങ്ങൾ വന്നത് എപ്പടി എപ്പടി വേണമോ വേണ്ട പോലെ നടത്തി തരണം அப்படின்னு നാരദർ വന്ന് കേൾക്കുறார். അപ്പോൾ ഇപ്പോൾ രണ്ടിടത്തേക്ക് ഒരേ സമയം പോകണം. ഒരു പക്കത്തിൽ നിറയെ പേർ കഷ്ടപ്പെട്ടത് എങ്ങൾക്ക് എപ്പടിയാവത് എങ്ങളെ രക്ഷ പണ്ണണമേ அப்படின்னு കേൾക്ക. இன்னொரு பக்கம் யுதிஷ்டிரன் ராஜசூயம் பண்ணணும்னு கேட்க. எங்கே போனோம் சந்தேகமாச்சு. விருத்த ஜெயினக அத்வராத ഉഭയസിദ്ധി ഇതി ഉദ്ധവേശം സുഷി. ഉടനെ ഉദ്ധവരൊക്കെ മന്ത്രി ഉദ്ധവോ ബുദ്ധിസത്തമാ ചൊല്ലുക. ഉദ്ധവരെ കൂപ്പിട്ടിട്ട് കൃഷ്ണൻ കേൾക്കറാർ, എന്നെ പെണ്ണം ദൈവമായിരിക്കെങ്കിൽ കഷ്ടം നിങ്ങൾക്ക് 20,800 രാജാക്കന്മാർ ചൊല്ലറ, ഞങ്ങളെല്ലാം കഷ്ടത്തിലിരിക്കും, എങ്ങൾ രക്ഷ പണ്ണണം, ശരണാഗതി അടഞ്ഞിരിക്കും அப்படின்னு சொல்கிறா. അത് இன்னொரு பக்கம் நாரதர் രാജസൂയത്ത് കൂപ്പിടുறாർ. എന്നെ പണ്ണം കേൾക്കറത്തെ ഉദ്ധവർ ചൊല്ലുറാർ, ഏതൊരു രാജസൂയം പണ്ണണമാനാലും തനക്ക് എതിരികൾ ആരും ഇരിക്കപ്പെടാതെ ഓപ്പോസിഷനിൽ പ്രതിപക്ഷത്തിലിരിക്കപ്പെട്ട വാളെല്ലാം തൻ കീഴിലാക്കിയിട്ട് താൻ രാജസൂയം പണ്ണ മുടിയും. അപ്പോൾ നിങ്ങളിപ്പോൾ രാജസൂയത്തേക്ക് കിളമ്പിനാൽ രണ്ടുമാച്ച് രാജസൂയത്തുക്കും പോലാം, അതും കൂടെ ജരാസന്ധനെയും உங்களுக்கு കീഴടക്കലാം. നിജൈഹി സമം അപ്പടി ചൊന്ന ഉടനെ തന്നോട് തന്നെ ചേന്തവ തന്നോട് കൊണ്ടാട്ടിമാരെല്ലാം എങ്ങും കൂട്ടിന്ന് പോയിട്ടില്ല. ഇത്രയും പേരിരിക്കാളെ, ഇത്രയും പേരെല്ലാം കൂട്ടിന്നെങ്കിൽ അത് പോകാൻ മുടിയുമോ? 16,108 പേര് കൂട്ടിന്ന് ഒരിടത്തേക്ക് പോകണമെന്ന് തന്നെ നടക്കുമോ? അപ്പോൾ ഇപ്പോൾ തന്നോടെ ആത്തക്ക് കൂപ്പിടറ അല്ല. കുന്തി ദേവി ഭഗവാനുക്ക് അത്ത പിള്ളை നടത്തറ ചൊല്ലത്തെ അത്തയാത്തക്ക് പോലാമേ ബന്ധുക്കളെല്ലാം കൂട്ടിന്ത്. അപ്പോൾ തന്നോട് നിജൈഹി സമം തന്നെ ചേന്തവാളെല്ലാവരെയും കൂട്ടിന്ത് യൗധിഷ്ഠിരീം പുരം ഏധ. യുധിഷ്ഠിരനോട് രാജധാനിയാനന്ദ ഇന്ദ്രപ്രസ്ഥத்துக்கு ഭഗവാൻ കളമ്പറാരം. அந்த കളമ്പപ്പെട്ട ரொம்ப அழகா ഭാഗവതത്തിലെ വേദവ്യാസർ ചൊല്ലുവർ. ഇങ്ങേന്ത് കളമ്പറ ഗുജറാത്തിലേക്കും ഇരിക്കാർ ഭഗവാൻ. അങ്ങേന്ത് ഗുജറാത്തിലേന്ത് കിളമ്പി ഇന്ദ്രപ്രസ്ഥം ഡൽഹി വരയ്ക്കും മാട്ടുവണ്ടിയും ഇതുമെല്ലാം അപ്പടി കിളമ്പി പോറതാം. ഇங்கே എത്തിയിട്ടും ഫസ്റ്റ് അങ്ങേന്ത് കിളമ്പിനവ മുതൽ കിളമ്പിനവ ഇന്ദ്രപ്രസ്ഥത്തിലെത്തിയിട്ടും അപ്പവും അങ്ങേന്തുള്ളത് ഗുജറാത്തിലേന്ത് കിളമ്പപ്പെട്ടത് ദ്വാരകയിലേന്ത് ഇന്ന ആളുകൾ കിളമ്പിൻ്റെ ഇരുന്നാൾ. അപ്പടി ഒരു ഇന്നേക്ക് മനുഷ്യ ചങ്ങല എന്നെല്ലാം ചൊല്ലുന്ന ആളെ സമുദ്രം മാതിരി റോഡിൽ കൂടി ആളുകൾ ഒഴുകി വന്നിരുന്നാ அப்படின்னு ചൊല്ലുക. ഹരേ കൃഷ്ണ.